എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ചെയ്യാൻ പോണത്, ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ലായിരുന്നു, എനിക്ക് പനിയൊക്കെ ആയിരുന്നു. പിന്നത്തെ നമ്മുടെ നമ്മൾ ക്യാരറ്റ് വെച്ച് ഹൽവ ഉണ്ടാക്കിയാലും വായോ. അതിനായി ആദ്യമേ തന്നെ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാൻ അതിൻ്റെ അകത്തിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പാൻ ചൂടാവണ വരെ വെയിറ്റ് ചെയ്യുക. തീ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മതി ഗൈസ്. എണ്ണ വെച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ചൂടാവണം ഗൈസ്, നല്ലവണ്ണം. ഗൈസ് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് ക്യാരറ്റ് എടുത്തിട്ട് കൊടുക്കാം. ഇതൊക്കെ മിക്സാക്കി കൊടുക്കാം. ശരിക്കും മിക്സാക്കി കൊടുക്കാം ഗൈസ്. ഗൈസ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ശരിക്കും ഇളക്കി കൊടുക്കുക, അടി പിടിക്കാണ്ട് നോക്കണം ഗൈസ്. നമ്മൾ എടുക്കുമ്പോൾ അടി കട്ടിയുള്ള പാൻ എടുക്കാം. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഗൈസ് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. ഗൈസ് തീ കുറച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കുക ശരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് സെറ്റായി വരുമ്പോഴത്തേനും തീ കുറയ്ക്കും. എന്നിട്ട് നേരത്തെ എടുത്ത ആ പാത്രത്തിൽ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഗൈസ് നിങ്ങൾക്ക് പഞ്ചസാര മാറ്റി ശർക്കരയാണെങ്കിലും ഇടാം കേട്ടോ. ഗൈസ് ശരിക്കും പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഗൈസ് ഈ ഒരു പരുവത്തിലോട്ടാകുമ്പോൾ ഗൈസ് നമുക്ക് ചൂടാറുന്നവർ ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഗൈസ് ഇളക്കി കൊടുക്കാൻ. ഗൈസ് നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് നട്ട്സ് അല്ലെങ്കിൽ ക്യാരറ്റ് കുരുകുരാന്നിരിഞ്ഞിട്ട് കൊടുത്താൽ മതി ഗൈസ്. എന്നിട്ട് ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് ചേഞ്ച് ചെയ്യാം. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഏലക്കയുടെ കുരു ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഗൈസ്. എന്നിട്ട് നമുക്ക് ശരിക്കും മിക്സ് ചെയ്യാം ഗൈസ്. അതൊരു മണം കിട്ടാനാണ്. അല്ലെങ്കിൽ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഗൈസ്. ഗൈസ് ഇതിനകത്ത് നട്ട്സും ഡേറ്റ്സും ആവശ്യമുള്ളതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഗൈസ് ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് ഓപ്ഷനിലാണ്. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ നേരത്തെ പഞ്ചസാരയിൽ നിന്നും 1 കപ്പ് പഞ്ചസാരയും കൂട്ടി ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് മധുരത്തിൻ്റെ ആവശ്യമായിട്ട് എന്നിട്ട് നമുക്ക് പാൽ അത് മിക്സായി വരുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഈ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ പരുവത്തിലാവുമ്പോൾ നമുക്കിതിൻ്റെ അകത്തിട്ട് ഗൈസ് നമുക്കിതിൻ്റെ അകത്തിട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം ഗൈസ്.
പാലൊഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ലോണം പാല് മൊത്തം എല്ലാം എടുത്തിട്ട് യോജിപ്പിക്കാം ഗൈസ്. ഇതൊരു 1 മിനിറ്റ് ഫ്രീസറിൽ കയറ്റി വയ്ക്കാം ഗൈസ്. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്രീസറിൽ ഒന്ന് എടുക്കാം. നമുക്ക് ഈ സാധനം അമ്മയ്ക്ക് കൊടുത്ത് നോക്കാം. എങ്ങനെയുണ്ടെന്ന് അമ്മ പറയും. കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ടെന്ന് പറയണേ. സൂപ്പർ. ഇപ്പോൾ ഗൈസ് അമ്മ സൂപ്പറാന്ന് പറഞ്ഞാൽ നമുക്ക് അനിയനും കൊടുത്ത് നോക്കാം. കഴിച്ചു നോക്കടാ ഗൈസ്. അനിയന് സൂപ്പറാന്ന് പറഞ്ഞാൽ അങ്ങനെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.